ഇന്നലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ബാറക്ക ന്യൂക്ലിയർ എനർജി പ്ലാന്റിലേക്ക് ഒരു ഡ്രോൺ സ്ട്രൈക്ക് ഉണ്ടായി. ഈ ഒരു സ്ട്രൈക്കിൽ ഒരു പ്ലാന്റിലെ ഒരു ഇലക്ട്രിക്കൽ ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായി. പെട്ടെന്ന് തന്നെ ഇത് നിയന്ത്രണ വിധേയമാക്കി. പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റേഡിയേഷന്റെ അളവ് സാധാരണ നിലയിലാണെന്ന് ഉദ്യോഗസ്ഥർ കൺഫേം ചെയ്തു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട എന്നിവിടങ്ങളിൽ പടരുന്ന ഇബോള രോഗബാധയെ അന്താരാഷ്ട്ര ആശങ്കയുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. മേഖലയിൽ രോഗവ്യാപനം അതിവേഗം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈയൊരു അടിയന്തര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇരു രാജ്യങ്ങളിലുമായി 330-ലധികം സംശയാസ്പദമായ കേസുകളും 88-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ വി ഡി സതീശൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്ന 13ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം കേരളത്തിന്റെ 23ാമത്തെ മുഖ്യമന്ത്രിയാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അദ്ദേഹത്തോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തികൾ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, റോജി M ജോൺ, M ലിജു, OJ ജനീഷ്, PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റിരിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ. പുതിയ മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങളാണ് ഉള്ളത്. ഇതിൽ 2 വനിതകളും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളും ഉൾപ്പെടുന്നു. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 21-ന് പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. മെയ് 22-ന് പുതിയ നിയമസഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടത്തും. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മെയ് 29-ന് നടക്കാനാണ് സാധ്യത. ജൂൺ 5-ന് പുതിയ സംസ്ഥാന ബജറ്റ് അവതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. സ്ത്രീകൾക്ക് UDF അധികാരത്തിൽ വന്നാൽ നൽകുമെന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര, KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ അനുവദിക്കും. വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ സ്റ്റൈപ്പൻഡ് നൽകും. ആരോഗ്യ ഇൻഷുറൻസ് വ്യാപിപ്പിക്കൽ തുടങ്ങി 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് ഉള്ളത്. UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നവീകരിക്കുന്നതിനുള്ള ഫയലിൽ അദ്ദേഹം ആദ്യമായി ഒപ്പുവെച്ചു. ഭരണപരമായ തീരുമാനങ്ങളിലെ കേന്ദ്രീകൃത സ്വഭാവം ഒഴിവാക്കാനും സുതാര്യത ഉറപ്പാക്കാനുമുള്ള പ്രത്യേക ഭരണ പരിഷ്കാര ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പുതിയ മന്ത്രിസഭയിലെ വകുപ്പുകൾ നിശ്ചയിച്ചിരിക്കുന്നു. വി ഡി സതീശൻ സുപ്രധാനമായ ധനകാര്യ വകുപ്പ് തന്റെ പക്കൽ നിലനിർത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രി ചുമതലയേൽക്കുകയും പുതിയ മന്ത്രിമാരുടെ ആദ്യ യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനൊപ്പം ജനപ്രിയ പ്രകടന പത്രിക നടപ്പിലാക്കുന്നതിനുള്ള ചർച്ചകൾക്കാണ് യോഗത്തിൽ മുൻഗണന നൽകിയത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ യാത്ര പൂർണ്ണമായും സൗജന്യമായിരിക്കും. UDFന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നാണിത്. ഇതിന്റെ കൃത്യമായ മാർഗരേഖകൾ വരും ആഴ്ചകളിൽ പുറത്തിറക്കും. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ പ്രതിമാസ വരുമാനം 3000 രൂപയുടെ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നു. ആദ്യഘട്ടമായി വരുത്താൻ ഈ ഒരു മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. ഇതോടെ അവർക്ക് 12,000 രൂപയായി അവരുടെ ഒരു വരുമാനം മാറും. അങ്കണവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിലും 1000 രൂപയുടെ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രായമായവരുടെ ക്ഷേമത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കും. ജപ്പാൻ പോലുള്ള വികസിത രാജ്യങ്ങളിലെ മാതൃകകൾ
പഠിച്ച ശേഷമായിരിക്കും മുതിർന്ന പൗരന്മാർക്കായുള്ള ഈയൊരു പുതിയ സുരക്ഷാ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുക. ഇതിനായുള്ള വിശദമായ പഠനം 2 മാസത്തിനകം പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ആം ആദ്മി പാർട്ടി നേതാവ് ദീപക് സിംഗ്ലയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. പാർട്ടിയുടെ ആഭ്യന്തര വിവരങ്ങൾ ചോർത്താനാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് ഡൽഹി മുഖ്യമന്ത്രി അതിഷി പറയുന്നത്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് BJPയുടെ ഓഫർ അദ്ദേഹം സ്വീകരിച്ചില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നാണ്. വെസ്റ്റ് ബംഗാളിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടൊപ്പം അന്നപൂർണ എന്നൊരു സ്കീമും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് എലിജിബിൾ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മാസം 3000 രൂപ ലഭിക്കും. ഗംഗാ നദിയിലേക്ക് ബിരിയാണിയും നോൺ വെജ് ഭക്ഷണ അവശിഷ്ടങ്ങളും തള്ളുന്നത് ജനങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്ന് അലഹബാദ് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കേസിൽ പ്രതികളായ 5 പേർക്ക് കർശന നിബന്ധനകളോടെ കോടതി ജാമ്യം അനുവദിച്ചു. രൂപയുടെ മൂല്യം സർവകാല ഇടിവിലാണിപ്പോൾ. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ബോണ്ട് നിരക്കുകൾ ഉയർന്നതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഡോളറിന് 96.28 ഇന്ത്യൻ റുപ്പിയാണ് വില. ഏഷ്യൻ വിപണികൾക്കൊപ്പം ഇന്ത്യൻ ഓഹരി വിപണിയിലും ഇന്ന് വൻ തകർച്ചയുണ്ടായി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇപ്പോൾ യൂറോപ്പ് സന്ദർശനത്തിലാണ്. അദ്ദേഹം മെയ് 15 മുതൽ 20 വരെയാണ് ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം അദ്ദേഹം പോയത് UAEയിലേക്കാണ്. UAEയിൽ അബുദാബിയിലെത്തിയ പ്രൈം മിനിസ്റ്റർ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരം, LPG വിതരണം എന്നിവയിൽ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. പിന്നീടാണ് അദ്ദേഹം നെതർലൻഡ്സ്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയത്. മെയ് 15-നാണ് നെതർലൻഡ്സിൽ എത്തുന്നത്. അദ്ദേഹം നെതർലൻഡ്സിൽ 17 വരെ സന്ദർശനം നടത്തി. അദ്ദേഹം അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ റോബ് ജെറ്റനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് പദവിയിലേക്ക് ഉയർത്തി. ഗുജറാത്തിലെ ശുദ്ധജല സംഭരണിക്കായിട്ടുള്ള ചരിത്രപരമായ കൽപ്പസാർ കരാറിൽ ഇന്ത്യയും നെതർലൻഡ്സും ഒപ്പുവെച്ചു. ഗുജറാത്തിലെ ധോലേരയിൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ സൗകര്യം വികസിപ്പിക്കുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സും ഡച്ച് കമ്പനിയായ ASMLും തമ്മിൽ ചരിത്രപരമായ കരാർ ഒപ്പിട്ടു. അതിനുശേഷം മെയ് 17-ാം തീയതി അദ്ദേഹം സ്വീഡനിലേക്ക് പോയി. അവിടെ ഗോഥൻബർഗിൽ പ്രൈം മിനിസ്റ്ററായ ഉൾഫ് ക്രിസ്റ്റേഴ്സൺ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈൻ എന്നിവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. പിന്നീട് അദ്ദേഹം മെയ് 18-നാണ്, അതായത് ഇന്ന്, അദ്ദേഹം നോർവേയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം നോർവേ സന്ദർശനം 19-ാം തീയതി, അതായത് നാളെയാണ് അവസാനിക്കുന്നത്. 43 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നോർവേ സന്ദർശിക്കുന്നത്. ഓസ്ലോയിൽ നടക്കുന്ന 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്. ഊർജ മേഖലയുമായി ബന്ധപ്പെട്ട് 18-ലധികം ധാരണാപത്രങ്ങൾ അവിടെ ഒപ്പുവെക്കും എന്നാണ് ന്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനുശേഷം നാളെയും മറ്റന്നാളും അദ്ദേഹം ഇറ്റലി സന്ദർശിക്കും. ഈ ഒരു സന്ദർശനത്തിൽ അദ്ദേഹം അവിടുത്തെ പ്രൈം മിനിസ്റ്ററായ ജോർജിയ മെൽനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, ഹരിത ഊർജം എന്നിവയിലെ സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതികൾ ഇരുവരും ചർച്ച ചെയ്യും.